നമസ്കാരം. കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 വരെ രാജ്യത്ത് വികസനങ്ങൾ ഉണ്ടായില്ല എന്നും ഭാരതത്തിലെ ജനങ്ങൾ അന്ധകാരത്തിലാണ് ജീവിച്ചിരുന്നതുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 60 വർഷക്കാലം കോൺഗ്രസ് ഈ രാജ്യത്ത് ഭരിച്ചുവെങ്കിലും വികസനങ്ങൾ നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുന്നു. ബീഹാറിലെ നവാഡയിൽ സംഘടിപ്പിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം ഇത് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് സംവദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വികസനമാണ്. രാജ്യത്തെ ദാരിദ്ര്യം തുളച്ചു നിൽക്കുവാൻ വേണ്ടിയാണ് താൻ ലക്ഷ്യമിടുന്നത്. 2014 വരെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ദയനീയാവസ്ഥ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. പാവപ്പെട്ടവർക്ക് ഭവനങ്ങളോ സ്ഥലങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അവർ പട്ടിണി കിടക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം. ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് ഗ്യാസ് കണക്ഷനുകൾ അടക്കം ലഭിച്ചിരുന്നില്ല. 60 വർഷക്കാലമാണ് കോൺഗ്രസ് ഭരിച്ചു മുടിപ്പിച്ചത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് എന്ത് വികസനം ഉണ്ടായി? രാജ്യത്തെ ദാരിദ്ര്യത്തെ അതിജീവിച്ചു വന്ന മനുഷ്യനാണ് താനെന്നും ദരിദ്രൻ്റെ മകന് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ വിശപ്പറിയാമെന്നും അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും തന്നെയാണ് നരേന്ദ്രമോദി പറയുന്നത്. 2014 ശേഷം രാജ്യം കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് എന്താണ് എന്ന് കണ്ടറിഞ്ഞു. രാജ്യത്തെ ഓരോ വികസനങ്ങളും ഇന്ന് ബീഹാറിലും അടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രകടമായി കഴിഞ്ഞു. ബീഹാറിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേകളുണ്ട്, വന്ദേ ഭാരത് പോലുള്ള സെമി ബുള്ളറ്റ് ട്രെയിനുകളുണ്ട്. ഇവയൊക്കെ ബീഹാറിലെ മാത്രമല്ല ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിലും വലിയ വികസനങ്ങളാണ് വരും വർഷങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അതിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നും അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരും ഇലക്ഷനിൽ 2024 ഈ തിരഞ്ഞെടുപ്പിലും നിങ്ങൾ ആരെയാണോ നിങ്ങൾ വികസനത്തിൻ്റെ സ്വപ്നങ്ങളാണ് കാണുന്നതെങ്കിൽ, ആ വികസന കുതിപ്പിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇന്ത്യയിൽ ഇനിയും ജനങ്ങൾക്ക് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ പോകാതിരിക്കുന്നതിനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വീണ്ടും ഈ രാജ്യം ഭരിക്കേണ്ടത് നരേന്ദ്രമോദി തന്നെയാണ് എന്നും ആ നരേന്ദ്രമോദിയിലേക്ക് ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നത് വികസനത്തിൽ നമ്മൾ 3-ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ്. 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2014-ൽ 2019 എന്ന് പറയപ്പെടുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു. അത് വളരെ കൃത്യമായി ഉണ്ടാക്കിയെടുക്കുവാനും ഒരു അടിത്തറ പാകുന്നതിനും അഴിമതിയിൽ അല്ലെങ്കിൽ അഴിമതിയുടെ കൂത്തരങ്ങായി തീർന്നിരുന്ന മന്ത്രിമാരുടെ ഇടങ്ങളെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സ്ഥലത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിനും അതിനെയൊക്കെ ശുദ്ധീകരിക്കുന്നതിനും 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. വികസന സാധ്യതകൾ കുറവായിരുന്നുവെങ്കിലും വികസനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പാലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലേക്ക് എത്തപ്പെടുന്നതിനുള്ള വഴികൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു വികസനത്തിൻ്റെ പുതിയ വാതായനം തുറന്നു കൊടുക്കുവാനും അതിലേക്ക് സഞ്ചരിക്കുവാനും നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത്. അത് ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റുന്നതായിരുന്നു. 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു ലോകം മുഴുവനും. കൊറോണ അടക്കമുള്ള കാര്യങ്ങൾ, കൊറോണയും കോവിഡും ഒക്കെ നമുക്ക് നൽകിയ അത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ അടക്കമുള്ളപ്പോഴും ഒരു രാജ്യത്തിനെ കടക്കണിയിൽപ്പെടുത്താതെ ജനങ്ങളെ പട്ടിണിക്കിടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ക്ഷേമപ്രവർത്തനങ്ങളിൽ അവർ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ഇങ്ങനെ ഒരു സംസ്കാരത്തെ, ഒരു രാജ്യത്തെ ജനങ്ങളെ ഒരു സാംസ്കാരികമായി ഉന്നതിയിലെത്തിക്കുന്നതിനും വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി, സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെ ഏതൊക്കെ നിലകളിൽ ഉന്നതിയിലെത്തിക്കാമോ അതിനുള്ള ശ്രമങ്ങൾ 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു. പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതല്ല. പക്ഷേ അത് പൂർത്തീകരിക്കണമെങ്കിൽ 2029 മുതൽ 2029 വരെയുള്ള കാലഘട്ടത്തിൽ കൂടി നരേന്ദ്രമോദി സർക്കാർ ഈ ഇന്ത്യ ഭരിക്കേണ്ടതുണ്ട്. കാരണം വികസന സ്വപ്നങ്ങൾ ഇവിടെ പകുതിയിൽ വെച്ച് പോയാൽ ഇനി വരാൻ പോകുന്ന സർക്കാർ അഴിമതിയുടെ സർക്കാരാണെങ്കിൽ, അങ്ങനെ ഒരു സർക്കാർ ഇവിടെ വന്നുപോയാൽ, അതായത് ഈ UPAയുടേതോ കോൺഗ്രസിൻ്റേതോ അടക്കമുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇന്ന് വരെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത, അതായത് 2014 മുതൽ 2024 വരെ ഉണ്ടാക്കിയെടുത്ത വികസന വാതായനങ്ങളെ അടക്കം അടച്ചു മൂടിക്കൊണ്ട് പകരം അഴിമതിയുടെ കൂത്തരങ്ങായി വീണ്ടും ഈ രാജ്യത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ ആ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ളത് കൊണ്ട് കരുതിയിരിക്കുക. പ്രബുദ്ധരായ ഭാരതീയർ ചെയ്യേണ്ടത് എത്രമാത്രമാണ്. വീണ്ടും ഈ വികസന സ്വപ്നങ്ങൾ, ഇപ്പോൾ തുടങ്ങിവെച്ച വികസന സ്വപ്നങ്ങൾ അടക്കം അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും ഒരു 5 വർഷം നരേന്ദ്രമോദിക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ 5 വർഷമാണ് 2024 മുതൽ 2029 വരെ ഉള്ളത്. ആ ഒരു കാലഘട്ടം കൂടി നരേന്ദ്രമോദിക്ക് നൽകിയാൽ ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് വികസന ചിറകിലേറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ
ദാരിദ്ര്യരേഖയിൽ നിന്ന് മുകളിലേക്ക് കയറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് ഓരോ ഭാരതീയനും വിനിയോഗിക്കേണ്ടത് അവരുടെ സമ്മതിദാനാവകാശമാണ്. അത് നിങ്ങളുടെ മനസ്സിൽ തൊട്ടുകൊണ്ട് വേണം ചെയ്യുവാൻ. അത് ആർക്ക് വേണമെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കാണ്. നിങ്ങളാണ് ഒരേ ഒരു പ്രജ.